ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് പള്ളിയിൽ വാണ പെരുമാളിൻ്റെയും കിളിരൂർ ദേശത്തിൻ്റെയും കഥയാണ്. പണ്ട് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരിൽ ഒരാളെ പള്ളി വാണ പെരുമാൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇദ്ദേഹം ജന്മം കൊണ്ട് ഹിന്ദുവായിരുന്നുവെങ്കിലും ഉറച്ച മനസ്സുള്ള ആളായിരുന്നില്ല. അതിനാൽ ചിലരുടെ ഉപദേശപ്രകാരം അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ഹിന്ദുമതത്തെക്കാൾ ബുദ്ധമതമാണ് ഉത്കൃഷ്ടം എന്ന് ചിലർ അദ്ദേഹത്തെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ഈ പെരുമാൾ കോട്ടയം താലൂക്കിലുള്ള കിളിരൂർ ദേശത്തും വളരെ നാൾ താമസിച്ചിരുന്നു. അവിടെ അദ്ദേഹം വിഹാരാകൃതിയിൽ ഒരു ദേവാലയം പണിയിച്ചു. അതിൽ ബുദ്ധദേവനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ബുദ്ധമുനി ബ്രഹ്മധ്യാനം ചെയ്തുകൊണ്ട് യോഗമുദ്രയോട് കൂടി അശുദ്ധ മൂലത്തിങ്കൽ സ്ഥിതി ചെയ്യുന്ന വിധത്തിലുള്ളതാണ് ആ ദേവവിഗ്രഹം. മടിവരെ നീണ്ടുകിടക്കുന്ന താടി, മീശയോട് കൂടിയ ഒരു ബിംബം കണ്ടാൽ അതൊരു മുനിയുടേതാണെന്ന് ആർക്കും തോന്നുമായിരുന്നു. ത്രിപുരന്മാരെ പാഷണ്ഡന്മാരാക്കി തീർക്കാൻ വേണ്ടി ശ്രീ മഹാവിഷ്ണു ബുദ്ധമുനിയായി തീർന്നു. ആ ചിന്തയോടെയായിരുന്നില്ല പെരുമാൾ ബുദ്ധദേവനെ ഭക്തിപൂർവ്വം സേവിക്കുകയും ബുദ്ധമത പ്രചരണത്തിനായി വളരെ പരിശ്രമിക്കുകയും ചെയ്തത്. കിളിരൂർ ദേശത്തുള്ളവർക്കാർക്കും ബുദ്ധമതത്തിലോ ബുദ്ധദേവനിലോ ഒരു താല്പര്യവും വിശ്വാസവും തോന്നിയില്ല. ബ്രാഹ്മണർക്ക് തീർത്തും വെറുപ്പായിരുന്നെങ്കിലും രാജ്യം ഭരിക്കുന്ന പെരുമാളിനെ പിണക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കിളിരൂർ ദേശത്തുള്ള പെരുമാൾ ബുദ്ധക്ഷേത്രം പണിയിച്ചതിനാൽ മലയാള ബ്രാഹ്മണരാരും അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവരിൽ ചിലരെയെങ്കിലും കിളിരൂർ ദേശത്ത് സ്ഥിരവാസക്കാരാക്കണമെന്ന് പെരുമാൾ ആഗ്രഹിച്ചു. അവർക്ക് താമസിക്കുന്നതിന് ഇല്ലങ്ങളും നിത്യവൃത്തിക്ക് വേണ്ടുന്ന വസ്തുവകകളും ദാനമായി നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും ബ്രാഹ്മണരാരും അതിന് വഴിപ്പെട്ടില്ല. ബുദ്ധ ദേവാലയത്തിലെ ശാന്തി തന്നെ പെരുമാളിന്റെ നിർബന്ധം കൊണ്ടാണ് അവർ നടത്തിയിരുന്നത്. ശാന്തി കഴിഞ്ഞു പോയി കുളിച്ചിട്ടേ അവർ ഭക്ഷണം പോലും കഴിച്ചിരുന്നുള്ളൂ. കിളിരൂർ ദേശത്ത് വെച്ച് വെള്ളം പോലും കുടിക്കുകയില്ലെന്നായിരുന്നു ബ്രാഹ്മണരുടെ നിശ്ചയം. പെരുമാളിന്റെ കഠിനമായ ശ്രമഫലമായി ആ ദേശവാസികളായ കുറെ നായന്മാരുടെയും മറ്റു ജാതിക്കാരെയും ബുദ്ധമതത്തിൽ ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നാടുവാഴിയായ പെരുമാളിന് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടല്ലോ എന്നോർത്താണ് ജനങ്ങൾ ഭയപ്പെട്ട് അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുത്തത്. ബുദ്ധമത ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചും പലരെയും ചതുരുപായങ്ങളും പ്രയോഗിച്ചും മതം മാറ്റിയും പെരുമാൾ സന്തുഷ്ടനായി കിളിരൂരിൽ കഴിഞ്ഞുകൂടി. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ മക്കത്തു നിന്ന് ചില മുഹമ്മദീയർ കച്ചവടത്തിനായി കേരളത്തിൽ വന്നു ചേർന്നു. അക്കൂട്ടത്തിൽ അവരുടെ ചില തങ്ങൾമാരും ഉണ്ടായിരുന്നു. അവർ കിളിരൂർ ചെന്ന് ചില കാഴ്ചവസ്തുക്കൾ വെച്ച് പെരുമാളെ കണ്ടു വണങ്ങി. പെരുമാളിന്റെ അനുവാദത്തോടെ അവിടെ താമസിച്ചുകൊണ്ട് അവർ അവിടെ ഒരു മുസ്ലിം പള്ളി പണിയിച്ചു. അതിനുശേഷം മുഹമ്മദേരിൽ പ്രധാനികൾ തങ്ങൾമാരുമൊത്ത് ദിവസവും പെരുമാളെ ചെന്ന് കണ്ട് സംസാരിക്കുക പതിവായി. കൂട്ടത്തിൽ അവരുടെ മതത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പതിവായി ഇത് കേൾക്കാൻ ഇടയായതിനാൽ പെരുമാളിന് ബുദ്ധമതത്തെക്കാൾ നല്ലത് മുഹമ്മദ് മതമാണെന്ന് തോന്നി തുടങ്ങി. മനസ്സിന് ഉറപ്പില്ലാത്ത പെരുമാൾ ഒട്ടും വൈകാതെ ബുദ്ധമതം ഉപേക്ഷിച്ച് മുഹമ്മദ് മതത്തിൽ ചേർന്നു. ആ മതത്തിലെ ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹം വളരെ വേഗം പഠിച്ച് അവരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണിയും ആചാര്യനും ഉപദേഷ്ടാവുമൊക്കെയായി തീർന്നു. അതിനാൽ പെരുമാൾ കുറെ കാലം പള്ളിയിൽ തന്നെ താമസിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ പള്ളിവാണ പെരുമാൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ക്രമേണ അതിലോപിച്ച് ബാണപ്പെരുമാൾ എന്നുമായി തീർന്നു. പെരുമാൾ നല്ലൊരു മുഹമ്മദീയ പണ്ഡിതനായി തീർന്ന ശേഷം ഒരിക്കൽ മക്കയിൽ പോവുകയുണ്ടായി. അതിനാൽ മക്കത്ത് പോയ പെരുമാൾ എന്നും ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പെരുമാൾ ബുദ്ധമതക്കാരനായിരുന്ന കാലത്ത് കിളിരിയിലുള്ള 2 നായന്മാർ അദ്ദേഹത്തിന്റെ സേവകന്മാരായി ഉണ്ടായിരുന്നു. അവർക്ക് പെരുമാൾ അനേകം വസ്തുക്കൾ പേരിൽ പതിച്ചു കൊടുത്തു. അതുകൂടാതെ ഒരാൾക്ക് കൈമൾ എന്നും മറ്റേയാൾക്ക് മേനോൻ എന്നും സ്ഥാനപ്പേരുകളും നൽകി. പെരുമാൾ പള്ളിയിൽ താമസമായപ്പോൾ മേനോന് പള്ളിയിലെ കണക്കെഴുത്ത് ജോലി നൽകി. അതിനാൽ പള്ളിയിൽ മേനോൻ എന്ന് ആളുകൾ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. സ്ഥലത്തെ പ്രധാനികളായിരുന്നു വെട്ടിക്കുളങ്ങര കൈമളും പള്ളിയിൽ മേനോനും. പെരുമാൾ മുഹമ്മദ് മതം സ്വീകരിച്ചുവെങ്കിലും താൻ വളരെ കാലം സേവിച്ചിരുന്ന ബുദ്ധ ദേവനെക്കുറിച്ചുള്ള ഭക്തി മനസ്സിൽ നിന്ന് വിട്ടുപോയില്ല. അതിനാൽ പള്ളിയിൽ താമസിച്ചിരുന്നപ്പോൾ പോലും അദ്ദേഹം തൻ്റെ ബുദ്ധ ദേവാലയത്തിൽ ചെന്ന് ബുദ്ധദേവനെയും വന്ദിക്കാറുണ്ടായിരുന്നു.
അത് മറ്റു മുഹമ്മദീയർക്ക് അനിഷ്ടമായി തോന്നി. അത് മനസ്സിലാക്കിയ പെരുമാൾ ബുദ്ധിപൂർവ്വം പ്രതികരിച്ചു. ഞാൻ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മുഹമ്മദ് നബിയെയാണ്. താടി രോമങ്ങൾ വളർത്തിയ നബിയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മുഹമ്മദീയർ ബുദ്ധ ദേവാലയത്തിൽ ചെന്ന് നോക്കിയപ്പോൾ പെരുമാൾ പറഞ്ഞത് വാസ്തവമാണെന്ന് അവർക്ക് തോന്നി. അതിനാൽ ആ ദേശത്തു താമസിച്ചിരുന്ന മുഹമ്മദീയരും ബുദ്ധ ദേവാലയത്തിൽ ചെന്ന് നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. പെരുമാളിന്റെ കാലം കഴിഞ്ഞിട്ടും ഈ രീതി തുടർന്നു പോന്നു. പള്ളിവാണ് പെരുമാളുടെ ജീവിതാന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. പല കേട്ടുകേൾവികളും ഇതേക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. കിളിരൂർ ദേശത്തുള്ള എല്ലാവരും മുഹമ്മദ് മതത്തിൽ ചേരണമെന്ന് പെരുമാൾ നിർബന്ധം പിടിച്ചുവത്രേ. അതിൽ പ്രതിഷേധിച്ച മറ്റു മതക്കാർ തക്കം പാർത്തിരുന്ന് പെരുമാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് ഒരു കിംവദന്തി. അദ്ദേഹത്തെ തല്ലിക്കൊന്നു കുഴിച്ചു മൂടിയെന്നോ വെള്ളത്തിൽ മുക്കി കൊന്നുവെന്നോ പറഞ്ഞു കേൾക്കുന്നുമുണ്ട്. മറ്റു ചിലരുടെ അഭിപ്രായം ഇതാണ്: പെരുമാൾ മതപരിവർത്തനത്തിന് ശ്രമിച്ചപ്പോൾ ഹിന്ദുക്കളുടെ എതിർപ്പ് ശക്തമായി എന്നും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ചില മുഹമ്മദീയരുടെ സഹായത്തോടെ മക്കയിലേക്ക് പോയി കളഞ്ഞുവെന്നുമാണ്. പെരുമാൾ ഉടലോടെ സ്വർഗാരോഹണം ചെയ്തതാണെന്ന് പറയുന്നവരുമുണ്ട്. തലേ ദിവസം രാത്രിയാകുന്നതുവരെ പള്ളിയിൽ ഉണ്ടായിരുന്ന പെരുമാൾ അടുത്ത പ്രഭാതം മുതൽ അപ്രത്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ആർക്കും ഒരു രൂപവുമില്ല. പെരുമാൾ മുഹമ്മദ് മതം സ്വീകരിക്കും മുൻപ് കുറച്ചു കാലം ചങ്ങനാശ്ശേരി താലൂക്കിലുള്ള നിലമ്പേരൂർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. അവിടെയും അദ്ദേഹം ഒരു ബുദ്ധ ദേവാലയം സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവകനായിരുന്ന പള്ളിയിൽ മേനോൻ അദ്ദേഹത്തോടൊപ്പം നിലമ്പേരൂർ പോയി താമസിച്ചിരുന്നു. മേനോൻ ആ ദേശത്തും കുറേ പുരയിടങ്ങളും പുഞ്ച നിലങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. അവയൊക്കെ മേനോന്റെ അനന്തര തലമുറയിൽപ്പെട്ടവർ വിറ്റു നശിപ്പിച്ചു. കിളിരൂരും നിലമ്പേരും അന്ന് വേറെ ക്ഷേത്രങ്ങളില്ലാതിരുന്നതിനാൽ ആ നാട്ടുകാർ തങ്ങളുടെ ദേശപരദേവതയായി ആചരിക്കുകയും വന്ദിക്കുകയും ചെയ്തത് ബുദ്ധദേവനെയായിരുന്നു. പെരുമാക്കന്മാരുടെ കാലശേഷം കേരളത്തെ പല ഖണ്ഡങ്ങളാക്കി പല രാജാക്കന്മാരാണ് ഭരിച്ചത്. കിളിരൂർ ദേശം തെക്കങ്കൂർ രാജാവിൻ്റെ അധീനതയിലായി. തെക്കങ്കൂർ രാജാവ് ഓരോ ദേശങ്ങളിലും ഓരോരുത്തരെ ആശാന്മാരാക്കി നിശ്ചയിച്ചു. അദ്ദേഹം അവർക്ക് കുറുപ്പെന്നും പണിക്കരെന്നുമുള്ള സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. അവർ അവരവരുടെ ദേശത്ത് ഓരോ കളരിയുണ്ടാക്കി പുരുഷന്മാരെ എല്ലാം ആയോധന വിദ്യ അഭ്യസിച്ച് കൊള്ളണമെന്നായിരുന്നു രാജകൽപ്പന. അങ്ങനെ വിദ്യ അഭ്യസിക്കുന്നവരെ ആണ്ടുതോറും രാജാവ് നിശ്ചയിച്ചിരിക്കുന്ന ദിവസം പരീക്ഷിച്ചു നോക്കുകയും ജയിക്കുന്നവർക്ക് ഉചിതമായ സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും പതിവായിരുന്നു. വിജയികളെ പട്ടാളത്തിൽ ഉദ്യോഗം നൽകി നിയമിക്കാറുണ്ടായിരുന്നു. പാക്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രം മതിലിനു കിഴക്കുവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ചാണ് മത്സരങ്ങൾ നടത്താറുണ്ടായിരുന്നത്. ഈ സ്ഥലത്തിന് പടനിലം എന്നാണ് പറഞ്ഞിരുന്നത്. മത്സരം നിശ്ചയിച്ചിട്ടുള്ള ദിവസം രാവിലെ എല്ലാ ദേശത്തുമുള്ള ആശാന്മാരും ശിഷ്യന്മാരെയും കൂട്ടി പാക്കിലെത്തും. ആദ്യം കുളി കഴിഞ്ഞ് ശാസ്താവിനെ വന്ദിക്കും. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് പടനിലത്ത് അണിനിരക്കും. ആയുധവിദ്യ അഭ്യസിച്ചവരെ തെക്കും വടക്കുമായി പ്രത്യേകം തിരിച്ചു നിർത്തിയിട്ടാണ് പരീക്ഷ നടത്തുന്നത്. രാജാവ് മത്സരം കാണാൻ നേരിട്ട് എഴുന്നള്ളും. ഒരു ദേശക്കാർ എതിരാളികളായ മറ്റൊരു ദേശക്കാരോട് യുദ്ധം ചെയ്യും. ഈ യുദ്ധത്തിന് പാക്കിൽ പട എന്നാണ് പേര് പറയാറുള്ളത്. ഒരിക്കൽ നടത്തിയ പരീക്ഷയിൽ കിളിരൂർ ദേശക്കാരാണ് വിജയിച്ചത്. വിജയികളായവർക്ക് രാജാവ് സമ്മാനങ്ങളും പട്ടാളത്തിൽ ഉയർന്ന ഉദ്യോഗവും സമ്മാനിച്ചു. അപ്പോൾ തോറ്റ ദേശക്കാർ കിളിരൂർ ദേശക്കാരെ പരിഹസിച്ചു. കിളിരൂർക്കാർ ജയിക്കുകയും അവർക്ക് സമ്മാനങ്ങളും ഉദ്യോഗങ്ങളും കിട്ടുകയും ചെയ്തുവെങ്കിലും അവർ ബൗദ്ധന്മാരാണല്ലോ. രാജാവ് കേൾക്കാതെ പതുക്കെയാണ് എതിരാളികൾ ഇത് പറഞ്ഞത്. എങ്കിലും കിളിരൂർക്കാരിൽ ചിലർ ഇത് കേട്ടു. തങ്ങൾ ബുദ്ധദേവനെ വന്ദിക്കുന്നത് കൊണ്ടാണല്ലോ ഇവർ ബൗദ്ധന്മാരെന്ന് തങ്ങളെ നിന്ദിച്ചത് എന്ന വിചാരത്തിൽ കിളിരൂർ ദേശക്കാർക്ക് അസഹ്യമായ ലജ്ജയും വ്യസനവും ഉണ്ടായി. അവർ സ്വദേശത്ത് മടങ്ങിയെത്തി കൂടിയാലോചിച്ച് അവിടെയൊരു ക്ഷേത്രം പണിയെഴുപ്പിച്ചു. ശാസ്താവിനെ പ്രതിഷ്ഠിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും അവിടെ ഭഗവതി ഇളകൊള്ളുകയും മറ്റൊരു ശ്രീകോവിൽ പണിത് അവിടെ ശാസ്താവിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കിളിരൂർ ദേശക്കാർ ഭഗവതിയെയും ശാസ്താവിനെയും ആരാധിക്കാൻ തുടങ്ങിയതോടെ പഴയ ആക്ഷേപം അവർ മറന്നു. അക്കാലം മുതൽ ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ തന്നെയാണ് ശാസ്താവിൻ്റെയും ബുദ്ധദേവന്റെയും പൂജ നടത്തിപ്പോരുന്നത്. ഭഗവതി ക്ഷേത്രത്തിൽ മലയാള ബ്രാഹ്മണർ ഭക്ഷണം കഴിക്കാറുണ്ട്. ബുദ്ധദേവന് പൂജ കഴിച്ചാൽ കുളിച്ചിട്ടേ ഊണ് കഴിക്കൂ എന്ന നിർബന്ധവും ഇപ്പോൾ ബ്രാഹ്മണർക്കില്ല. ആദ്യകാലത്ത് കിളിരൂർ ദേശത്തുണ്ടായിരുന്ന
ഭ്രഷ്ട് കാലക്രമേണ ഇല്ലാതാവുകയും ചെയ്തു. താങ്ക്